ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086. 8086ൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് ഒന്ന്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് മോഡ്, പിന്നെ രജിസ്റ്റർ ബേസ്ഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്, റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻ ദിസ് മോഡ് ദ ഓപ്പറൻറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. നമുക്ക് ഓപ്പറൻറ്റ് എന്താണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ തന്നെ സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. ഇൻസ്ട്രക്ഷൻസ് ആർ ലോങ്ങർ ബട്ട് ദ ഓപ്പറൻറ്റ്സ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്. ഇൻസ്ട്രക്ഷൻസ് ഒരു പക്ഷേ കുറച്ച് ലോങ്ങർ ആയി പോകും, കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഓപ്പറൻറ്റിനെ അതിനകത്ത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇമ്മീഡിയറ്റ് ആകുമ്പോൾ, കാരണം എന്താണ് അതിനകത്ത് തന്നെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്. എക്സാമ്പിൾ മൂവ് CL,12H. ഇവിടെ MVI എന്നുള്ള മാറ്റി MOV ആക്കണം കേട്ടോ, അതായത് മൂവ് ആണ് MOV. സംശയം ഇപ്പുറത്ത് നോക്കിയാൽ മതി കണ്ടോ, MOV. അപ്പോൾ മൂവ് CL,12H ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത് 12Hനെ നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി CL രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ഇടയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്യും. നെക്സ്റ്റ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഇൻ ദിസ് മോഡ് ഓപ്പറൻസ് ആർ സ്പെസിഫൈഡ് യൂസിങ് രജിസ്റ്റർ. നമ്മൾ ഈ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിനകത്ത് ഓപ്പറൻസിനെ സ്പെസിഫൈ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ത്രൂ ആണ്. ദിസ് അഡ്രസ്സിംഗ് മോഡ് ഈസ് നോർമലി പ്രിഫേർഡ് ബിക്കോസ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ കോമ്പാക്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് എക്സിക്യൂട്ടിംഗ് ഓഫ് ഓൾ ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ കൂടുതൽ കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര രജിസ്റ്റർ ത്രൂ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് മേ ബി യൂസ്ഡ് ആസ് സോഴ്സ് ഓപ്പറൻസ് ഓർ ഡെസ്റ്റിനേഷൻ ഓപ്പറൻസ് ഓർ ബോത്ത്. രജിസ്റ്റേഴ്സിന് നമ്മളിവിടെ ഒന്നുകിൽ സോഴ്സ് ഓപ്പറൻ്റ് ആക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഓപ്പറൻ്റ് ആക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷനും രജിസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ് AX, BX. ദിസ് ഇൻസ്ട്രക്ഷൻസ് കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് BX രജിസ്റ്റർ ഇൻ ടു AX രജിസ്റ്റർ. അതായത് BX രജിസ്റ്ററിനകത്തുള്ള ബേസ് രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റൊക്കെ ഇവിടെ എത്തും, നമ്മുടെ അക്യുമുലേറ്ററിൽ എത്താനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് മൂവ് AX, BX. നെക്സ്റ്റ് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് മോഡ്. ഇൻ ദിസ് മോഡ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇതിനകത്ത് നമ്മളുടെ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. ഹിയർ ഓൺലി ദ ഓഫ്സെറ്റ് അഡ്രസ് ഈസ് സ്പെസിഫൈഡ്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് മാത്രമേ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുള്ളൂ. ദ സെഗ്മെൻറ്റ് ബീങ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. അതിൻ്റെ സെഗ്മെൻറ്റ് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ അഡ്രസ് ത്രൂ ആണ് നമ്മളത് ആക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ് CL,4321H. ദിസ് ഇൻസ്ട്രക്ഷൻസ് മൂവ് ഡാറ്റ ഫ്രം ലൊക്കേഷൻ 4321H ഇൻ ദ ഡാറ്റ സെഗ്മെൻറ്റ് ഇൻ ടു CL. അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്ത് 4321H എന്ന് പറഞ്ഞ അഡ്രസ്സിനകത്ത് എന്തോ ഒരു ഡാറ്റ ഉണ്ട്, അതാണ് നമ്മളുടെ CLലേക്ക് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ എവിടെയാണ് മെമ്മറിക്കകത്ത് അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ഡാറ്റ എടുത്തിട്ടാണ് ട്രാൻസ്ഫറിങ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന് വേണ്ടി ഇക്വേഷനാണ് DS*10H+4321. അതായത് DS-നെ നമ്മൾ 10H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ അഡ്രസ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ DS 5000 ആണെങ്കിൽ 5000 ആണെങ്കിൽ ഇൻറ്റു 10 ചെയ്യും, സോ 50,000 ആയി മാറും, പ്ലസ് 4321 ചെയ്യും, സോ റിസൾട്ട് 54321H ആയി മാറും. സോ ആ ഡാറ്റനെ എന്ത് ചെയ്യും, ആ അഡ്രസ്സിനെ നമ്മൾ അഡ്രസ്സിലുള്ള ഡാറ്റനെ CLലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ ബേസ്ഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻ ദിസ് മോഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ മെമ്മറി മേ ബി ടേക്കൺ ഡയറക്ട്ലി ഫ്രം വൺ ഓഫ് ദ ബേസ് രജിസ്റ്റർ ഓർ ഇൻഡെക്സ് രജിസ്റ്റർ സ്പെസിഫൈഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മളുടെ മെമ്മറിയുടെ എഫക്റ്റീവ് അഡ്രസ്സ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബേസ് രജിസ്റ്ററിനകത്ത് ഇടുന്നത്. അതായത് ഡയറക്റ്റ്ലി ഇതിനകത്ത് കൊടുത്ത് വെട്ടിയിട്ട് ഇൻഡയറക്റ്റ്ലി എന്നാക്കണേ. ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ബേസ് രജിസ്റ്ററിനകത്ത് നിന്ന് നമ്മൾ ആക്സ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് നിന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ SI എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററാണ്. അതേപോലെ DI ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ. അതേപോലെ BX ഉണ്ട്, ബേസ് രജിസ്റ്റർ. അത് മൂന്നും ആണെങ്കിൽ, അതായത് SIയോ അല്ലെങ്കിൽ DIയോ അല്ലെങ്കിൽ BX രജിസ്റ്ററോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പകരം നമ്മൾ ഡിഫോൾട്ടായിട്ട് അവിടെ DS സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യുക. അതേപോലെ തന്നെ BP ആണെങ്കിൽ, BP എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് പോയിൻ്റർ ആണെങ്കിൽ നമ്മളവിടെ എന്താ യൂസ് ചെയ്യുക, സ്റ്റാക്ക് സെഗ്മെൻറ്റാണ് സെഗ്മെൻറ്റ് രജിസ്റ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവ് CX, BX. അപ്പോൾ നമ്മൾ BXലുള്ള ഡാറ്റ എന്താണോ നമ്മൾ CXലേക്ക് കൊടുക്കണം. അപ്പോൾ BXന് പകരമായിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണ്, നമ്മൾ
ഡി എസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ നമ്മുടെ ഈ ബി എക്സ് ഡി എസിലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഇൻസ്ട്രക്ഷൻ മൂവ് എ വേർഡ് ഫ്രം ദ അഡ്രസ് പോയിൻറ്റഡ് ബൈ ബി എക്സ് ആൻഡ് ബി എക്സ് പ്ലസ് വൺ ഇൻ ഡാറ്റ സെഗ്മെൻറ്റ് ടു സി എൽ ആൻഡ് സി എച്ച് എക്സ്പെക്ട്. അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഡിഫോൾട്ടായിട്ട് ഡാറ്റ സെഗ്മെൻറ്റിനകത്താണ് ഈ ബി എക്സും ഡി ഐയും എസ് സിയൊക്കെ ഉള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ബി എക്സും ബി എക്സ് പ്ലസ് വണ്ണും എവിടേക്കൊക്കെ പോകും? സി എല്ലിലേക്കും പോകും, അതേപോലെ സി എച്ചിലേക്കും പോകും. സോ ഇക്വേഷൻ എന്താണ്? സി എൽ ഗീവ്സ് ഡി എസ് കോളൻ ബി എക്സ് ആൻഡ് സി എച്ച് ഗീവ്സ് ഡി എസ് കോളൻ ബി എക്സ് പ്ലസ് വൺ. ഫിസിക്കൽ അഡ്രസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഡി എസ് സ്റ്റാർ 10H പ്ലസ് ബി എക്സ്. അതായത് നമ്മൾ ഡി എസ് 10 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അതിലേക്ക് ഈ ബി എക്സിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. In this mode, the operand address is calculated using one of the base registers and an 8-bit or 16-bit displacement. ഇതിനകത്ത് നമ്മൾ ഓപ്പറൻറ്റ് അഡ്രസ്സ് നമ്മൾ ബേസ് രജിസ്റ്ററിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. അതായത് ഓപ്പറൻറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും, അത് നമ്മളുടെ ബേസ് അഡ്രസ്സായിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഒരു പക്ഷേ എന്തായിരിക്കും? 8-bit റീപ്ലേസ്മെൻ്റ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 6-bit ഡിസ്പ്ലേസ്മെൻറ്റ്, എന്തായാലും ശരി എന്ത് ചെയ്യും? കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതായത് നമ്മളുടെ ഓപ്പറൻറ്റ് അഡ്രസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ബേസ് രജിസ്റ്റർ പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതായത് ഒരു 8-bit ഡിസ്പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു 16-bit ഡിസ്പ്ലേസ്മെൻറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം, മൂവ് സി എൽ ബി എക്സ് പ്ലസ് 04H. അതായത് ഈ ബേസ് രജിസ്റ്ററിനോട് നമ്മളൊരു വാല്യൂ, ഒരു ബിറ്റ് 4 ബിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി എല്ലിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇൻസ്ട്രക്ഷൻ മൂവ്സ് എ ബൈറ്റ് ഫ്രം ദ അഡ്രസ് പോയിൻറ്റഡ് ബൈ ബി എക്സ് പ്ലസ് 4 ഇൻ ഡാറ്റ സെഗ്മെൻറ്റ് ടു സി എൽ. അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്തുള്ള ബി എക്സ് പ്ലസ് 4 എന്ത് ചെയ്യും? അത് പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സിലുള്ള ഡാറ്റനെ എവിടെ മൂവ് ചെയ്യും? നമ്മളുടെ സി എല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സി എൽ ഗീവ്സ് ഡി എസ് കോളൻ ബി എക്സ് പ്ലസ് 04H. അപ്പോൾ നമ്മളിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു ഇക്വേഷൻ ഉണ്ട്, ഡി എസ് സ്റ്റാർ 10H പ്ലസ് ബി എക്സ് പ്ലസ് 4H. അതായത് ഡി എസിനെ നമ്മൾ 10H കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ബി എക്സ് പ്ലസ് 4Hനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കൺഫ്യൂഷൻ ഇതെല്ലാം വരുന്നു. അതായത് ബേസ് രജിസ്റ്ററും നമ്മൾ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഓപ്പറൻറ്റ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ ബേസ് അഡ്രസ്സ് കൊടുക്കില്ല ചെയ്യുന്നത്, പകരം എന്താണ്? ബേസ് അഡ്രസ് പ്ലസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, എന്തെങ്കിലും ഒരു വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. അത്രേ ഉള്ളൂ മാറ്റം കേട്ടോ. അത് നമ്മൾ മുന്നേ നമ്മൾ അഡ്രസ്സിംഗ് മോഡിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അതൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം. പക്ഷേ നമ്മൾ 8086ൻ്റെ സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് വെച്ചിട്ടെങ്കിലും എഴുതണം കേട്ടോ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ. നെക്സ്റ്റ് ഇവിടെ എത്തി. ഇനി ബേസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഇയർ ഓപ്പറൻറ്റ് അഡ്രസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ബേസ് രജിസ്റ്റർ പ്ലസ് ആൻ ഇൻഡെക്സ് രജിസ്റ്റർ. ഇവിടെ നമ്മൾ ഓപ്പറൻറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് രജിസ്റ്റർ പ്ലസ് ഇൻഡെക്സ് രജിസ്റ്ററാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം, മൂവ് സി എൽ ബി എക്സ് പ്ലസ് എസ് ഐ. ബി എക്സ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബേസ് രജിസ്റ്ററാണ്, എസ് ഐ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററാണ്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കാണുന്നത്. അതായത് ഓരോ ടൈപ്പ് അഡ്രസ്സിംഗ് മോഡിനകത്ത് ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കാണുന്നത് ഓരോ ബേസിലാണ് എന്ന് മാത്രം. ദിസ് ഇൻസ്ട്രക്ഷൻ മൂവ്സ് എ ബൈറ്റ് ഫ്രം ദ അഡ്രസ് പോയിൻറ്റഡ് ബൈ ബി എക്സ് പ്ലസ് എസ് ഐ ഇൻ ഡാറ്റ സെഗ്മെൻറ്റ് ടു സി എൽ. അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്തുള്ള ഈ ബി എക്സ് പ്ലസ് എസ് ഐനെ നമ്മൾ എന്ത് ചെയ്യും? സി എല്ലിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സി എൽ ഗീവ്സ് ഡി എസ് കോളൻ ബി എക്സ് പ്ലസ് എസ് ഐ. ഫിസിക്കൽ അഡ്രസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഡി എസ് സ്റ്റാർ 10H പ്ലസ് ബി എക്സ് പ്ലസ് എസ് ഐ. നമ്മൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡി എസിന് ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബി എക്സിനെയും എസ് ഐനെയും ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻ ദിസ് മോഡ് ദ അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ സം ഓഫ് ദ ബേസ് രജിസ്റ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കേസിൽ ജസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇവിടെ നമ്മൾ ബേസ് രജിസ്റ്ററും ആഡ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻഡെക്സ് രജിസ്റ്ററും ആഡ് ചെയ്യും, അതായത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ അതും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മൂവ് സി എൽ ബി എക്സ് പ്ലസ് ഡി ഐ പ്ലസ് 20. This instruction moves a byte from the address pointed by bx plus di plus 20h in data segment in L. അതായത് ഡാറ്റ സെഗ്മെൻറ്റിനകത്തുള്ള ബി എക്സ് പ്ലസ് ഡി ഐ പ്ലസ് 20H ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി എല്ലിലേക്ക് മൂവ് ചെയ്യുന്നത്. സി എൽ ഗീവ്സ് ഡി എസ് കോളൻ ബി എക്സ് പ്ലസ് ഡി ഐ പ്ലസ് 20H. ഫിസിക്കൽ അഡ്രസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഡി എസ് സ്റ്റാർ 10H പ്ലസ് ബി എക്സ് പ്ലസ് ഡി ഐ പ്ലസ് 20H.
അതായത് നമ്മൾ എല്ലാത്തും കാണുന്ന പോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സും കാണണം. അതിന് വേണ്ടി ആദ്യം നമ്മൾ 10H കൊണ്ട് DS മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ബേസ് അഡ്രസ്സ് ബേസ് രജിസ്റ്റർ ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റും ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിനകത്ത് ചെയ്യുന്നത്. നെക്സ്റ്റ്, implied addressing mode. In this mode the operands are implied and are hence not specified in the instructions. ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തുണ്ട്, നമ്മുടെ ഓപ്പറൻസിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിൻ്റെ കേസിലില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ STC, ദിസ് സെറ്റ് ദ ക്യാരി ഫ്ലാഗ്. ഇതൊരു ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. ജസ്റ്റ് STC ഇത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടഫൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഓപ്പറൻ്റ് അഡ്രസ്സിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെ 8 രീതിയിൽ നമ്മൾ പറഞ്ഞു. സോ എല്ലാവരും നോട്ടൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.